ഏവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മേഖല ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊരു മേഖലയാണ്. നമുക്ക് അറിവ് നേടുന്നതിന് വേണ്ടി നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അറിവ് സമ്പാദിക്കുന്നത് എങ്ങനെയൊക്കെയാ? കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും മണത്തും ഒക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഇത്തരത്തിൽ അറിവ് സമ്പാദിക്കാൻ വേണ്ടി നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. 5 എണ്ണമുണ്ട്. ക്ലിയർ ആയല്ലോ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇത് നമുക്ക് വിശദമായി ഓരോന്നെടുത്ത് വിശദമായി തന്നെ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്വക്കാണ്. ഏതാണ്? ത്വക്ക്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ഏതാ? ത്വക്ക്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ഏതാ? ത്വക്ക്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് എന്താ? ഡെർമറ്റോളജി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏറ്റവും വലിയ അവയവവും ഏത് തന്നെയാണ്? ത്വക്ക്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ഏതാ? ത്വക്ക്. അപ്പോൾ മനുഷ്യരിലെ ഏറ്റവും വലിയ അവയവം ഏതായിരുന്നു? ത്വക്കാണ്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ത്വക്കെല്ലാം കൂടെ വലിച്ചിരിഞ്ഞ് തൂക്കി നോക്കിയാൽ മതി. എത്രയാ വെയിറ്റ് എന്നറിയാമോ? 8 മുതൽ 10 കിലോഗ്രാം. ത്വക്കിൻ്റെ ഭാരം എത്രയാ? 8 മുതൽ 10 കിലോഗ്രാം. തൊലിക്കട്ടി പോലിരിക്കും. അപ്പോൾ 8-10 കിലോഗ്രാം. അപ്പോൾ ത്വക്കിൻ്റെ ഭാരം എത്രയാണ്? 8 മുതൽ 10 കിലോഗ്രാം. അപ്പോൾ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. അപ്പോൾ ചോദിക്കും, ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. കരളിൻ്റെ ഭാരം എത്ര എന്നറിയാമോ? 1500 ഗ്രാം. എത്രയാണ്? 1.5 കിലോഗ്രാം. 1500 ഗ്രാം. അപ്പോൾ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. അത് കഴിഞ്ഞാൽ ആരെന്നറിയാമോ? തലച്ചോറ്. 1400 ഗ്രാം. എത്രയാണ്? 1400 ഗ്രാം. മനസ്സിലായല്ലോ? അടുത്തതിലേക്ക് കിടക്കാം. എന്താണ് ത്വക്കിൻ്റെ ജോലി എന്ന് നമുക്കറിയാം. പ്രൊട്ടക്ഷനാണ് നമുക്കറിയാം. അതിലുപരി ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു. എന്ത് നിയന്ത്രിക്കുന്നു? ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവമാണ് ഏതാ? ത്വക്ക്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാ? ഹൈപ്പോ തലാമസ്. മറന്നുപോരുത്, ശരീരൂഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ത്വക്ക്. തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോ തലാമസ്. ഇനി കണ്ണിനും ത്വക്കിനും നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. കണ്ണിനും ത്വക്കിനും നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? മെലാനിൻ. ഏതാണ്? മെലാനിൻ. ഇപ്പം മെലാനിൻ്റെ അളവ് കൂടിയവർ ഡാർക്ക് ആയിട്ടിരിക്കും, മെലാനിൻ്റെ അളവ് ഇല്ലാത്തവർ എന്തായിരിക്കും? വൈറ്റ് ആയിട്ടിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കണ്ണിനും, ഇപ്പം നമ്മുടെ ത്വക്കിന് ഇപ്പം നമുക്ക് പല കളർ ആൾക്കാരില്ലേ? കളറിലൊന്നും കാര്യമില്ല, എങ്കിലും പല കളറില്ലേ ത്വക്കിന്? ഇതെന്താണെന്നറിയാമോ? ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 2 തരം മെലാനിനുണ്ട്. യു മെലാനിനും ഫൈക്കോ മെലാനിനും ഉണ്ട്. യു മെലാനിനും ഫൈക്കോ മെലാനിനും. ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ചിലരുടെ കണ്ണ് പൂച്ചക്കണ്ണല്ലേ, ചിലരുടെ കണ്ണ് പൂച്ചക്കണ്ണ്, ചിലരുടെ ബ്ലാക്ക് ആണ്. ഇത് മെലാനിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമുക്കിത് PSC പരീക്ഷയ്ക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട ഒരു പോയിന്റേ ഉള്ളൂ. കണ്ണിനും ത്വക്കിനും നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ക്ലിയർ ആയല്ലോ? മെലാനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്ന ആരാന്നറിയാമോ? മെലാനിൻ. ഏതാണ്? അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന വർണ്ണവസ്തുവാണ് ഏതാ? മെലാനിൻ. ഏതാണ്? മെലാനിൻ. ക്ലിയർ ആണോ? ഇനി ത്വക്കിൽ മെലാനിൻ ഇല്ലാത്ത അവസ്ഥയാണ് ആൽബുനിസം. ഏതാണ്? ത്വക്കിൽ മെലാനിൻ ഇല്ലാത്ത അവസ്ഥയാണ് ഏതാ? ആൽബുനിസം. ത്വക്കിൽ മെലാനിൻ ഇല്ലാത്ത അവസ്ഥ എന്ത് വിളിക്കുന്നു? ആൽബുനിസം എന്ന് വിളിക്കും. ത്വക്ക് പോയിട്ട് പുതിയ ത്വക്കുണ്ടാവാൻ, ഇപ്പം നമ്മുടെ ത്വക്ക് പോയിട്ട് പുതിയ ത്വക്കുണ്ടാവാൻ എത്ര ദിവസം എടുക്കും? ത്വക്കിൻ്റെ പുനർനിർമ്മാണത്തിന് എടുക്കുന്ന ടൈം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. 30 ദിവസം, 1 മാസം. അപ്പോൾ ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ്. ത്വക്ക് പോയി പുതിയ ത്വക്കുണ്ടാവാൻ, ത്വക്കിൻ്റെ പുനർനിർമ്മാണത്തിന് എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും. ഇനി ത്വക്കിൻ്റെ പുറം പാളിയെ അറിയപ്പെടുന്ന പേര് നമുക്ക് നോക്കാം. എപ്പിഡെർമിസ് അല്ലെങ്കിൽ അധിചർമ്മം എന്ന് വിളിക്കും. ത്വക്കിൻ്റെ പുറം പാളിയാണ് എന്താ? എപ്പിഡെർമിസ് അല്ലെങ്കിൽ അധിചർമ്മം എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ത്വക്കിൻ്റെ ഉൾഭാഗത്തെ ഉൾപാളിയെ എന്ത് വിളിക്കും? ത്വക്കിൻ്റെ ഉൾപാളിയെ വിളിക്കുന്ന പേരാണ് ഡെർമിസ്. ക്ലിയർ ആയല്ലോ? ത്വക്കിൻ്റെ പുറം പാളി അല്ലെങ്കിൽ എന്താണ്? എപ്പിഡെർമിസ് അല്ലെങ്കിൽ അധിചർമ്മം എന്ന് വിളിക്കും. ത്വക്കിൻ്റെ പുറം പാളിയെ വിളിക്കുന്ന പേരെന്താ? എപ്പിഡെർമിസ് അല്ലെങ്കിൽ അധിചർമ്മം. ഉൾപാളി എന്താ? ഉൾപാളിയുടെ പേരാണ് എന്താ? ഡെർമിസ്. ഏതാണ്? ഡെർമിസ്. ക്ലിയർ ആയല്ലോ? ഡെർമിസ്. അപ്പോൾ ഉൾപാളിയുടെ പേരെന്താ? ഡെർമിസ്. പുറം പാളിയുടെ പേരെന്താ? എപ്പിഡെർമിസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ത്വക്കിൻ്റെ പുറം പാളിയായ അധിചർമ്മം ഉരുണ്ടുണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ. അരിമ്പാറ ചില്ലറക്കാരല്ല കേട്ടോ, വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഹ്യൂമൺ പാപ്പിലോമ വൈറസ്. ഏത് വൈറസാണ്? ഹ്യൂമൺ
പാപ്പിലോമ വൈറസ്. ഏത് വൈറസാണ്? അരിമ്പാറയ്ക്ക് കാരണമായ രോഗമാണ് ഏതാ? വൈറസാണ്. ഏത് വൈറസാണ്? ഹ്യൂമൺ പാപ്പിലോമ വൈറസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ത്വക്കിൻ്റെ പുറംപാളിയായ അതിചർമ്മം ഉരുണ്ടുണ്ടാകുന്ന ഒരു മുഴ പോലെയുള്ള അസുഖമാണ്, ചെറിയ മുഴകൾ ഫോം ചെയ്യുന്നു, ആ രോഗമാണ് ഏതാ? അരിമ്പാറ. എല്ലാവർക്കും അറിഞ്ഞൂടെ? അത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഏത് വൈറസ്? ഹ്യൂമൺ പാപ്പിലോമ വൈറസ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? എപ്പിഡെർമിസിന്റെ അല്ലെങ്കിൽ അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു പോകുന്ന രോഗം നമുക്ക് നോക്കാം. എപ്പിഡെർമിസിന്റെ അല്ലെങ്കിൽ അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു പോകുന്ന അവസ്ഥയാണ് സോറിയാസിസ്. ഏതാണ്? സോറിയാസിസ്. അപ്പോൾ മേൽപ്പാട അല്ലെങ്കിൽ എപ്പിഡെർമിസ് അടർന്നു പോകുന്ന അവസ്ഥയാണ് ഏതാ? സോറിയാസിസ്. ഏതാണ്? സോറിയാസിസ്. മണ്ണിരയുടെയും തവളയുടെയും ശ്വസനാവയവമാണ് ഏതാ? ത്വക്ക്. മണ്ണിരയുടെയും തവളയുടെയും ശ്വസനാവയവമാണ് ഏതാ? ത്വക്ക്. നമ്മുടെ ശ്വസനാവയം നമുക്കറിയാം. ഏതാ നമ്മുടെ ശ്വസനാവയം? ഏതാ? ലങ്സ്, ശ്വാസകോശം. നമ്മുടെ ശ്വസനാവയം ഏതാ? ലങ്സ് അഥവാ ശ്വാസകോശം. മണ്ണിരയുടെയും തവളയുടെയും ശ്വസനാവയം ഏതാണ്? അത് ത്വക്കാണ്. ക്ലിയർ ആയല്ലോ? ഈ എട്ടുകാലിയുടെ ചിലന്തിയുടെ എട്ടുകാലിയുടെ ശ്വസനാവയം ഏതാണ്? ബുക്ക് ലങ്സ്. ഏതാണ്? ബുക്ക് ലങ്സ്. പാവം ബുക്ക് ചെയ്തിട്ടേ ഉള്ളു. ബുക്ക് ലങ്സ്. ഏതാണ്? ബുക്ക് ലങ്സ്. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവമാണ് ഏതാ? ട്രക്കിയ. ഏതാണ്? ട്രക്കിയ. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവമാണ് ട്രക്കിയ. ഓർത്തിരിക്കണം ഈ 3 പോയിന്റ്. ഇനി ത്വക്കില് 2 തരത്തിലുള്ള ഗ്രന്ഥികൾ കാണപ്പെടുന്നു. ത്വക്കില് 2 തരത്തിലുള്ള ഗ്രന്ഥികൾ കാണപ്പെടുന്നു. നമുക്ക് നോക്കാം. ആ 2 ഗ്രന്ഥികൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? സ്വെറ്റ് ഗ്രന്ഥി. എന്താണ്? സ്വെറ്റ് ഗ്രന്ഥി. മറ്റൊന്ന് സെബേഷ്യസ് ഗ്രന്ഥി. ഏതൊക്കെയാണ്? അപ്പോൾ ത്വക്കില് 2 തരത്തിലുള്ള ഗ്രന്ഥികൾ കാണപ്പെടുന്നു. ഒന്ന് സ്വെറ്റ് ഗ്രന്ഥി, മറ്റൊന്ന് സെബേഷ്യസ് ഗ്രന്ഥി. വിയർപ്പ് ഗ്രന്ഥിയുടെ പേരാണ് സ്വെറ്റ് ഗ്രന്ഥി. അപ്പോൾ വിയർപ്പ് ഗ്രന്ഥിയുടെ പേരെന്താണ്? സ്വെറ്റ് ഗ്രന്ഥി. ക്ലിയർ ആയോ? നമ്മുടെ ശരീരത്തിൽ വിയർപ്പില്ലേ? വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേരാണ് സ്വെറ്റ് ഗ്രന്ഥി. ഏതാണ്? സ്വെറ്റ് ഗ്രന്ഥി. ഒരു ദിവസം മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിൻ്റെ അളവ് 1.5 ലിറ്റർ. ഏതാണ്? ഒരു ദിവസം മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിൻ്റെ അളവ് എത്രയാണ്? 1.5 ലിറ്റർ. ക്ലിയർ ആയല്ലോ? സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകം നമുക്ക് നോക്കാം. ഏതാണ്? സെബം അല്ലെങ്കിൽ സീബം. എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. സെബം അല്ലെങ്കിൽ സീബം. ക്ലിയർ ആയല്ലോ? ചർമ്മത്തിനും രോമത്തിനും സോഫ്റ്റ്നെസ് നൽകുന്ന ദ്രാവകമാണ്, മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സെബം അഥവാ സീബം. ചർമ്മത്തിനും രോമത്തിനും സോഫ്റ്റ്നെസ് നൽകുന്ന ദ്രാവകമാണ് ഏതാ? സെബം അല്ലെങ്കിൽ സീബം. ക്ലിയർ ആയല്ലോ? ചർമ്മത്തിനും രോമത്തിനും മൃദുത്വം നൽകുന്ന വൈറ്റമിൻ ഏതാണെന്നറിയാമോ? വൈറ്റമിൻ സി. ക്ലിയർ ആയല്ലോ? ചർമ്മത്തിന് നല്ല സോഫ്റ്റ്നെസ് നൽകുന്ന വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. ചർമ്മത്തിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ്? സീബം അല്ലെങ്കിൽ സെബം. അപ്പോൾ ത്വക്കിനെ കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത ജ്ഞാനേന്ദ്രിയത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അടുത്ത ജ്ഞാനേന്ദ്രിയമാണ് നമ്മുടെ മൂക്ക്. മൂക്കിനെ കുറിച്ച് എന്താ പറയുക? ഒന്നുമില്ല, അത്ര വലിയ പോയിന്റുകളൊന്നും മൂക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല PSC പരീക്ഷയ്ക്ക്. എന്തായാലും മൂക്കിനെ കുറിച്ചുള്ള പഠനം റിനോളജി. ഏതാണ്? മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റിനോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് എന്താ? റിനോളജി. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രന്ഥഗ്രാഹികൾ ധാരാളം മൂക്കിൽ കാണപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം മൂക്ക് എന്തിനു വേണ്ടിയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗന്ധം തിരിച്ചറിയാനുള്ളതാണ്, സ്മെല്ല് തിരിച്ചറിയാനുള്ളതാണ്. അതിന് സഹായിക്കുന്നത് എന്താണ്? ഗന്ധഗ്രാഹികളാണ്. എന്താണ്? ഗന്ധഗ്രാഹികളാണ്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ടൊരു നാഡിയെ ചോദിക്കും. ഓൾഫാക്ടറി നാഡി. ഏത് നാഡിയാണ്? ഓൾഫാക്ടറി നാഡി. അപ്പോൾ ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ടുള്ള നാഡിയുടെ പേരെന്താണ്? ഓൾഫാക്ടറി നാഡി. അപ്പോൾ നമ്മുടെ പാമ്പിനെ അറിയാമോ? പാമ്പിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? പാമ്പിന് ഗന്ധം തിരിച്ചറിയാൻ നാവിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്. അതെന്ത് സാറേ അങ്ങനെ പറയുന്നത്? പാമ്പിന് ഗന്ധം തിരിച്ചറിയാൻ മൂക്കല്ലേ? അല്ല, പാമ്പിന് ഗന്ധം തിരിച്ചറിയാം. പാമ്പ് നാക്ക് നീട്ടി ഇങ്ങനെ നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? ഗന്ധം തിരിച്ചറിയാനാ. പാമ്പിന് ഗന്ധം തിരിച്ചറിയാൻ നാവിൽ കാണപ്പെടുന്ന ഭാഗം ജേക്കബ്സൺസ് ഓർഗൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. ജേക്കബ്സൺസ് ഓർഗൻ. ഏതാണ്? ജേക്കബ്സൺസ് ഓർഗൻ. ക്ലിയർ ആയല്ലോ? ഇത് സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചേ പറ്റൂ, ചോദ്യം ചോദിക്കുന്നയാ. പാമ്പിന് ഗന്ധം തിരിച്ചറിയാൻ നാവിൽ കാണപ്പെടുന്ന ഭാഗമാണ് ജേക്കബ്സൺസ് ഓർഗൻ. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഇനി ഏറ്റവും ക്രാണശക്തി, ഗന്ധം മണക്കാൻ അല്ലെ ഗന്ധം തിരിച്ചറിയാൻ, അതാണ് ക്രാണശക്തി, മണം പിടിക്കാനുള്ള കഴിവ്. ക്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ്. ഏതാണ്? സ്രാവ്. കരയിലാണെങ്കിൽ ഏതാണെന്നറിയാമോ? നായ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ്? സ്രാവാണ്. കരയിലാണെങ്കിൽ ഏതാണ്? നായ. ഈ സ്രാവിനെ വിളിക്കുന്നൊരു പേരുണ്ട്, അതറിയാമോ? എന്താന്ന്? ഡോഗ് ഫിഷ്. എന്ത് വിളിക്കും? ഡോഗ് ഫിഷ്. എന്ത് വിളിക്കും? പട്ടി മത്സ്യം അല്ലെങ്കിൽ ഡോഗ് ഫിഷ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡോഗ് ഫിഷ്. ഇനി ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ. ഏതാണ്?
ബന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് ഏതാ? അനോസ്മിയ. ഏതാണ്? അനോസ്മിയ. അപ്പം മൂക്കിനെ കുറിച്ച് മനസ്സിലായല്ലോ. മൂക്കിനെ കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? റിനോളജി. ക്ലിയർ ആയല്ലോ? മൂക്ക് മനസ്സിലായല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് അടുത്ത ജ്ഞാനേന്ദ്രത്തിലേക്ക് കിടക്കാം. കണ്ണില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജ്ഞാനേന്ദ്രം തന്നെയാണ് കണ്ണ്. ആത്മാവിലേക്കുള്ള വാതായനം എന്നാണ് കണ്ണിനെ വിശേഷിപ്പിക്കുന്നത്. ആത്മാവിലേക്കുള്ള വാതായനം എന്നറിയപ്പെടുന്നത്, ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ് അത് കേട്ടോ. ആത്മാവിലേക്കുള്ള വാതായനം എന്നറിയപ്പെടുന്ന അവയവമാണ് കണ്ണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് എന്താ? ഓഫ്താൽമോളജി. അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടറെ എന്ത് വിളിക്കും? ഓഫ്താൽമോളജിസ്റ്റ്. അപ്പം കണ്ണുകളെ കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരാശരി അകലം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരാശരി അകലം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. ഇതിനെ നികട ബിന്ദു എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നികട ബിന്ദു എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നികട ബിന്ദു. ക്ലിയർ ആയല്ലോ? അപ്പൊ കണ്ട് നികട ബിന്ദു എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. അപ്പൊ ആത്മാവിലേക്കുള്ള വാതായനം എന്നറിയപ്പെടുന്ന അവയവമാണ് ഏത്? കണ്ണ്. ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണാനുള്ള ഒരു കഴിവ് കണ്ണിനുണ്ട്, അല്ലേ? ഇപ്പം നമുക്ക് ക്യാമറയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കയ്യിൽ ക്യാമറയുണ്ട്, മൊബൈൽ ക്യാമറയും അല്ലാത്ത ക്യാമറയൊക്കെ ഉണ്ട്. ക്യാമറയെ സംബന്ധിച്ചിടത്തോളം അതിന് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ദൂരെയുള്ളതിനെ കാണാനും അടുത്തുള്ളതിനെ കാണാൻ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ കണ്ണിന് അതിൻ്റെ ആവശ്യമില്ല. ഇതിന് കണ്ണിനൊരു കഴിവുണ്ട്. ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണാനുള്ള കണ്ണിൻ്റെ കഴിവ് അത് ചില പേശികളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഈ ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണാനുള്ള കണ്ണിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് സമഞ്ജനക്ഷമത. എന്ത് വിളിക്കും? സമഞ്ജനക്ഷമത. അപ്പം ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണാനുള്ള കണ്ണിൻ്റെ കഴിവിനെ എന്ത് വിളിക്കും? സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. എന്ത് വിളിക്കും? പവർ ഓഫ് അക്കോമഡേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണാനുള്ള കണ്ണിന്റെ കഴിവിനെ എന്ത് വിളിക്കും? സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച 16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ കൂടിയും കിടക്കും. പണ്ട് നമ്മുടെ ചില മാസികയിലൊക്കെ യേശുവിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂണിൻ്റെയൊക്കെ പടം തന്നിട്ട് കുറച്ചു നേരം നോക്കിയിരിക്കാൻ പറയും. അത് കുറച്ചു നേരം ഒരു 10-20 സെക്കൻഡ് അല്ലെങ്കിൽ 25 സെക്കൻഡ് നോക്കിയിരുന്നിട്ട് നമ്മൾ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ ആ ഇമേജ് അവിടെ ഫോം ചെയ്യുന്നതായിട്ടൊരു ഫീലുണ്ട്. ഇതിനെ അന്നും അവർ മാജിക് എന്നാണ് പറഞ്ഞത്. ഇത് കണ്ണിൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ കാണുന്ന ദൃശ്യാനുഭവം 16 സെക്കൻഡ് കണ്ണിൽ കുടിയും കിടക്കും. ഇതിനെ വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കും. 16 സെക്കൻഡ് കുടിയും കിടക്കും കണ്ണിൽ. അതിനെ എന്ത് വിളിക്കും? വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കണ്ണെന്തിനാണ്? കാണാൻ. ബയോളജി പറയുമ്പോൾ അങ്ങനെയല്ലേ, കണ്ണെന്തിനാണ്? കാണാൻ. പക്ഷെ ഫിസിക്സ് അധ്യാപനം പറയുമ്പോൾ അങ്ങനെയല്ല. പ്രകാശത്തെ തിരിച്ചറിയാൻ. ഫിസിക്സിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ പ്രകാശത്തെ തിരിച്ചറിയാനാണ് കണ്ണ്. എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ കാണാൻ. ക്ലിയർ ആയല്ലോ? ഈ പ്രകാശത്തെ തിരിച്ചറിയാൻ നമുക്ക് മാത്രമേ ഉള്ളോ കഴിവ്? അല്ല. ചവിട്ടി ഒടിച്ചിടുന്ന ചെടിയും പ്രകാശമുള്ള ഭാഗത്തേക്കേ വളരൂ. എത്ര ചവിട്ടി ഒടിച്ചിട്ടാലും ചെടി എങ്ങോട്ടേ പോകത്തുള്ളൂ? പ്രകാശമുള്ള ഭാഗത്തേക്കേ വളരൂ. ശരിയാണോ? അപ്പൊ സസ്യങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേര് വളരെ ഇമ്പോർട്ടൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തു പഠിക്കണം. കാര്യം കഴിഞ്ഞ LDക്ക് വയനാട് ജില്ലയിൽ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. എന്താണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി? നമുക്ക് നോക്കാം. സസ്യങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേര് എന്താണ്? ഫൈറ്റോക്രോം. ഗൂഗിൾ ക്രോം അല്ല, ഫൈറ്റോക്രോം. അപ്പൊ സസ്യങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേരാണ് ഫൈറ്റോക്രോം. ഇതൊന്നും റാങ്ക് ഫയൽ കാണുകയല്ല, ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിലാണ്. ഈ ചോദ്യങ്ങളൊക്കെ സ്കൂൾ ടെക്സ്റ്റിലാണ് വന്നത്. അപ്പം സസ്യങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേരെന്താണ്? ഫൈറ്റോക്രോം. ക്ലിയർ ആയല്ലോ? ഷഡ്പദങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേര് എന്താണ്? ഒമാറ്റീഡിയ. ഷഡ്പദങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേരെന്താണ്? ഒമാറ്റീഡിയ. ശലഭമില്ലേ, ചിത്രശലഭം, ബട്ടർഫ്ലൈസ്. ഈ ചിത്രശലഭങ്ങളെ നമ്മൾ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ബാല്യകാലത്ത് നമ്മൾ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിടിതരുമോ? ഇല്ല. നമ്മളെ പോലെ തന്നെ ജീവിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. അതിനെ പിടിക്കാൻ പോകുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ അത് പറന്നു പോകും. അപ്പോൾ നമ്മൾ പിന്നെ നിരാശപ്പെട്ട് വീണ്ടും പുറകിൽ പോകുന്നു, കിട്ടുന്നില്ല. അവസാന നിമിഷം നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് അതിനെ അടിച്ച് കൊന്ന് പിടിക്കും. വലിയ മിടുക്കാണ്, അടിച്ച് കൊന്ന് പിടിച്ചോണ്ട് വരും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണത്? എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സെൻസ് ചെയ്ത് നമ്മൾ വരുന്നു എന്ന് സെൻസ് ചെയ്തത്? ഈ ചിത്രശലഭങ്ങളുടെ ചിറകില്ലേ, ഇത് നിറയും പ്രകാശഗ്രാഹി കോശങ്ങളാണ്. അപ്പോൾ ഷഡ്പദങ്ങളിലെ പ്രകാശഗ്രാഹി കോശങ്ങളുടെ പേരെന്താണ്? ഒമാറ്റീഡിയ. ഏതാണ്? ഒമാറ്റീഡിയ. ഏതാണ്? ഒമാറ്റീഡിയ. ഇനി ക്ലാമിഡോമോണസ്. ക്ലാമിഡോമോണസ് എന്താണെന്നറിയാമോ?
ക്ലാമിഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ മോട്ടൈൽ ഷേപ്പിൽ, ഈ ഒരു ആകൃതിയിൽ ഞാൻ വരച്ച ഈ ചിത്രം കണ്ടില്ലേ, ഈ ഷേപ്പിൽ കാണുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഏതാണ്? മോട്ടൈൽ ഷേപ്പ്, ഒരു മുട്ടയുടെ ആകൃതിയിൽ മോട്ടൈൽ ഷേപ്പിൽ, ഒരു ഓവൽ ഷേപ്പിൽ കാണുന്ന ഇത്തരത്തിലൊരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഇയാൾക്ക് ഒരു പ്രകാശഗ്രാഹി കോശമുണ്ട്. അതിൻ്റെ പേരാണെന്താ? ഐസ്പോട്ട്. ഏതാണ്? ഐസ്പോട്ട്. അപ്പോൾ ക്ലാമിഡോമോണസിൻ്റെ പ്രകാശഗ്രാഹിയുടെ പേരെന്താണ്? ഐസ്പോട്ട്. അപ്പോൾ ക്ലാമിഡോമോണസിൻ്റെ പ്രകാശഗ്രാഹി കോശങ്ങളുടെ പേരെന്താ? ഐസ്പോട്ട്. ഏതാണ്? ഐസ്പോട്ട്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? കണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മോന്തയ്ക്ക് എന്ന് പറയരുത്. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തലയോട്ടിയിലെ നേത്ര കോടരത്തിനുള്ളിൽ. ഈ ഭാഗം കണ്ടോ? ഇതിനെന്താ? അല്ല വേണ്ട, നമ്മുടെ വീട്ടിൽ ബൾബ് ഇടുന്ന എവിടാ? ബൾബ് ഇടുന്നത് ബൾബിൻ്റെ സോക്കറ്റിനകത്ത്. ക്ലിയർ ആയല്ലോ? ബൾബ് ഇടുന്നത് ബൾബിൻ്റെ സോക്കറ്റിനകത്ത്. ഐ ഇരിക്കുന്ന എവിടാ? ഐയുടെ സോക്കറ്റിനകത്ത്. അപ്പോൾ ഐ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഐ സോക്കറ്റ്. എവിടെയാണ് ഐ സിറ്റുവേറ്റ് ചെയ്യുന്നത്? എവിടെയാണ്? ഐ സോക്കറ്റ്. എവിടെയാണ്? ഐ സോക്കറ്റ്. അതിൻ്റെ മലയാളം വാക്കാണ് നേത്രകോടരം. ഏതാണ്? നേത്രകോടരം. അപ്പോൾ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്രകോടരത്തിനുള്ളിലാണ്, ഐ സോക്കറ്റിനുള്ളിലാണ്. ക്ലിയർ ആയല്ലോ? ഇനി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, നമ്മുടെ കണ്ണുനീർ വരുന്നില്ലേ? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേരാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിൻ്റെ പേരാണ് ലാക്രിമൽ ഗ്രന്ഥി. അപ്പോൾ കണ്ണുനീർ ഗ്രന്ഥിയുടെ പേരെന്താ? ലാക്രിമൽ ഗ്രന്ഥി. അപ്പോൾ കണ്ണുനീർ ഗ്രന്ഥി, ലാക്രിമൽ ഗ്രന്ഥി. ക്ലിയർ ആയല്ലോ? ഇനി കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം, കണ്ണുനീരിലെ എൻസൈം ലൈസോസൈം. കണ്ണുനീരിലെ എൻസൈം ഏതാ? ലൈസോസൈം. ലൈസോസോം അല്ല കേട്ടോ, ലൈസോസൈം ആണ്. സൈം സൈം, എൻസൈം സൈം. കണ്ണുനീരിലെ എൻസൈം ലൈസോസൈം. അപ്പോൾ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ആണ് ലൈസോസൈം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കണ്ണുനീർ ഗ്രന്ഥിയുടെ പേരെന്താ? ലാക്രിമൽ ഗ്രന്ഥി. കണ്ണ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? തലയോട്ടിയിലെ നേത്ര കോടരത്തിനുള്ളിലാണ്. ഈ കണ്ണുനീര് ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ കണ്ണ് തിളക്കം. എല്ലാവരുടെയും കണ്ണ് തിളക്കമുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ആ ധാതുവാണ് സിങ്ക്. കണ്ണുനീരിലടങ്ങിയ ധാതു ഏതാ? സിങ്ക്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ധാതുവാണ് ഏതാ? സിങ്ക്. ഇൻസുലിൻ എന്ന ഹോർമോണിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഏതാ? സിങ്ക്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ധാതുവാണ് ഏതാ? സിങ്ക്. ഇനി ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്ന പേശിയാണ് ഏതാ? കൺപോളയിലെ പേശി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അപ്പോൾ ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്ന പേശിയാണ് ഏതാ? കൺപോളയിലെ പേശി. കണ്ണിന് മുന്നിലെ ഗ്ലാസ് പോലെ സുതാര്യമായൊരു ഭാഗമുണ്ട്. നമുക്ക് നോക്കാം. ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ കണ്ണിൻ്റെ ഒരു ഡയഗ്രം ഞാൻ വരച്ചിരിക്കുകയാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പോരായ്മയുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. കണ്ണാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അത് കോമഡി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ കണ്ണിൻ്റെ ചിത്രമാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. കണ്ണിൻ്റെ മുന്നിൽ ഗ്ലാസ് പോലെ സുതാര്യമായ ഈ ഭാഗമാണ് കോർണിയ. ഏതാണ്? കോർണിയ. കണ്ണിൻ്റെ മുന്നിലെ ഗ്ലാസ് പോലെ സുതാര്യമായ ഭാഗമാണ് കോർണിയ. ഈ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. അപ്പോൾ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയപ്പെടുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. അപ്പോൾ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിളിക്കുന്ന പേരെന്താണ്? കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റിയിൽ മാറ്റിവെക്കുന്ന കണ്ണിൻ്റെ ഭാഗമാണ് ഏതാ? കോർണിയ. ഏതാണ്? കോർണിയ. അപ്പോൾ കെരാറ്റോപ്ലാസ്റ്റിയിൽ മാറ്റിവെക്കുന്ന കണ്ണിൻ്റെ ഭാഗം ഏതാ? കോർണിയ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏറ്റവും കൂടുതൽ അന്ധന്മാരുള്ള രാജ്യമാണ് ഏതാ? ഇന്ത്യ. ഏറ്റവും കൂടുതൽ അന്ധന്മാരും ക്ഷയരോഗിയും കുഷ്ഠരോഗിയും പ്രമേഹ രോഗിയും വികലാംഗരും ഒക്കെയുള്ള രാജ്യമാണ് ഏതാ? ഇന്ത്യ. ശരിയല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ അന്ധന്മാരുള്ള രാജ്യമാണ് ഏതാ? ഇന്ത്യ. ഇപ്പം നമ്മുടെ ചുറ്റുപാടുള്ള ചില ആൾക്കാർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ട് പോലും അവർക്ക് കണ്ണ് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അത് കോർണിയ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയാണ്. അതിനെ കെരാറ്റോപ്ലാസ്റ്റി എന്ന് വിളിക്കും. കോർണിയയുടെ തകരാറ് മാത്രമേ നമുക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, റിസ്ക് ആയിട്ടുള്ള കാര്യം. അകത്തുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാലും നേത്രനാടിക്കുള്ള തകരാറ് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ വളരെ സൂക്ഷിച്ച് ഹെൽമെറ്റ് ധരിക്കണം എന്നൊക്കെ ഗവൺമെൻറ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ എല്ലാം നാടികളാണ്. ഇതിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ വിളിക്കുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റിയിൽ മാറ്റിവെക്കുന്ന കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ. കോർണിയയുടെ തകരാറ് മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവമാണ് ഏതാ? കണ്ണ്. ഏതാണ്? കണ്ണ്. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് മൃതസഞ്ജീവനി. നമുക്ക് പഠിക്കാനുള്ളൊരു മേഖല ആരോഗ്യക്ഷേമ പദ്ധതികൾ, നമുക്ക് അതിൽ പഠിക്കാം. എങ്കിലും അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് മൃതസഞ്ജീവനി. ഏതാണ്? മൃതസഞ്ജീവനി. അപ്പോൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന അവയവമാണ് ഏതാ? കണ്ണ്.
അപ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ഏതാ? നമ്മൾ പറഞ്ഞില്ലേ, ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഭാഗം ഏതാണ്? തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രം. ഏതാണ്? സെറിബ്രം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കണ്ണിൻ്റെ ഒരു ഇമേജ് കണ്ടില്ലേ, ഒരു ക്രോസ് സെക്ഷനാണ്, നമ്മുടെ ഒരു നല്ലൊരു ചിത്രമാണ്. നമുക്ക് നോക്കാം. ഞാൻ വരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ണിന് പ്രധാനമായിട്ടും എത്ര പാളി ഉണ്ടെന്ന് അറിയാമോ? 3 പാളികൾ. എത്ര പാളിയുണ്ട്? 3 പാളികൾ. കണ്ണിന് പ്രധാനമായിട്ടും 3 പാളികളുണ്ട്. ക്ലിയർ ആയല്ലോ? ഒന്ന് ദൃഢപടലം. ഒന്നെന്താണ്? ദൃഢപടലം അഥവാ സ്ക്ലീറ. ദൃഢപടലം അഥവാ സ്ക്ലീറ. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ പടലമാണ് രക്തപടലം. രക്തപടലം അഥവാ കൊറോയിഡ്. രക്തപടലം അഥവാ കൊറോയിഡ്. ഏറ്റവും അകത്ത പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ദൃഷ്ടിപടലം അഥവാ റെറ്റിന. നമുക്ക് ഇമേജ് കാണിച്ചേക്കുന്നത് അതെങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ കണ്ണിന് പ്രധാനമായിട്ട് 3 പാളിയുണ്ട്. ഒന്ന് ഈ പാളി, 2 മധ്യപാളി, ഏറ്റവും ആന്തരിക പാളി. ക്ലിയർ ആയല്ലോ? നോക്കിയേ, അപ്പം 3 പാളിയുണ്ട് കണ്ണിന്. അപ്പോൾ ആ റെഡ് ലൈൻ കണ്ടില്ലേ, ആ ചുമന്ന വര പോയിരിക്കുന്നത് അതാണ് ദൃഢപടലം. ഏറ്റവും പുറമേയുള്ള പാളി ദൃഢപടലം. ഇനി മധ്യപാളി, അതാണ് രക്തപടലം അഥവാ കൊറോയിഡ്. ഏറ്റവും അകത്തെ പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇനി കണ്ണിന് മുന്നിലെ ഗ്ലാസ് പോലെ സുതാര്യമായ ഈ ഭാഗം ഉണ്ടല്ലോ, അതാണ് കോർണിയ. ഏതാണ്? കോർണിയ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ദൃഢപടലം എന്താണെന്ന് നോക്കാം. ദൃഢപടലത്തിൻ്റെ മലയാളം എന്തായിരുന്നു? ഇംഗ്ലീഷ് എന്തായിരുന്നു? സ്ക്ലീറ. ഏതാണ്? ദൃഢപടലത്തിൻ്റെ ഇംഗ്ലീഷ് പേരാണ് സ്ക്ലീറ. ക്ലിയർ ആയല്ലോ? പേര് പോലെ തന്നെ എന്താ, കണ്ണിന് ദൃഢത നൽകുന്ന പാളിയാണ് ഏതാ? ദൃഢപടലം. അപ്പോൾ കണ്ണിൻ്റെ ബാഹ്യപാളിയാണ് ദൃഢപടലം. വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പം സ്ക്ലീറയുടെ അല്ലെങ്കിൽ ദൃഢപടലത്തിൻ്റെ നിറം എന്താണ്? വൈറ്റ് ഇൻ കളർ. ഏത് കളറാണ്? വെള്ള നിറത്തിൽ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം. മനസ്സിലാവുന്നുണ്ടല്ലോ? വെള്ള നിറത്തിൽ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം. ദൃഢപടലത്തിൻ്റെ തുടർച്ചയായിട്ട് കാണുന്ന സുതാര്യമായ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോർണിയ. അതായത് ദൃഢപടലത്തിൻ്റെ തുടർച്ചയായിട്ട് കാണുന്ന സുതാര്യമായ ഭാഗമാണ് കോർണിയ. ഇനി കണ്ണിന് ദൃഢതയും ആകൃതിയും നൽകുന്ന പാളിയാണ് ഏതാ? ദൃഢപടലം. ഏതാണ്? കണ്ണിന് ദൃഢതയും ആകൃതിയും നൽകുന്ന പാളിയാണ് ദൃഢപടലം. അപ്പോൾ ഏറ്റവും പുറമെയുള്ള പാളിയാണ്, വെള്ള നിറത്തിൽ കാണപ്പെടുന്ന പാളിയാണ്, കണ്ണിന് ദൃഢതയും ആകൃതിയും നൽകുന്ന പാളിയാണ് ഏത്? ദൃഢപടലം അഥവാ സ്ക്ലീറ. അപ്പോൾ അടുത്ത പാളിയാണ് മധ്യപാളിയാണ് ഏതാ? രക്തപടലം. മധ്യപാളി ഏതാണ്? രക്തപടലം. അപ്പോൾ കണ്ണിൻ്റെ മധ്യപാളിയാണ് രക്തപടലം. ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. എന്തിൻ്റെ നിറത്തിൽ കാണപ്പെടുന്നു? ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. നിങ്ങളുടെ കണ്ണിൽ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നില്ലേ? നിങ്ങളുടെ കണ്ണ് ഞാനൊന്ന് വരയ്ക്കാം. നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ കണ്ണ് വരയ്ക്കുകയാണ്. ഞാൻ വലിയ കലാകാരനൊന്നുമല്ല. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ണ് വരച്ചു. ഇതിലേതാ നിങ്ങളുടെ കൃഷ്ണമണി? നിങ്ങൾ പറയാം ഈ ബ്ലാക്ക്, ഈ റൗണ്ട് കാണുന്ന ഭാഗമാണ്. അല്ല, ഈ റൗണ്ടിൻ്റെയും നടുക്ക് ചെറിയൊരു വട്ടമുണ്ട്, അതാണ് കൃഷ്ണമണി. ഈ കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഭാഗമുണ്ടല്ലോ, ഈ ഭാഗമുണ്ടല്ലോ, ഈ റൗണ്ടിന് ചുറ്റും കാണുന്ന ഭാഗം, അതിന് ഇരുണ്ട നിറമാണ്. ആ ഇരുണ്ട നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ഏതാണ്? മെലാനിൻ. അപ്പോൾ കണ്ണിനും ത്വക്കിനും നിറം നൽകുന്ന വർണ്ണവസ്തു ഏതായിരുന്നു? മെലാനിൻ. അപ്പോൾ ഈ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന പാളി ഏതാ? രക്തപടലം അഥവാ കൊറോയിഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കണ്ണിൻ്റെ മധ്യപാളിയാണ് രക്തപടലം അഥവാ കൊറോയിഡ്. ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ ഇരുണ്ട നിറത്തിന് കാരണമായ വർണ്ണവസ്തുവാണ് മെലാനിൻ. ഏതാണ്? മെലാനിൻ. ക്ലിയർ ആയല്ലോ? ഈ കണ്ണിൻ്റെ മുന്നിൽ ഈ ബ്ലാക്കിൽ കാണപ്പെടുന്ന ഭാഗമുണ്ടല്ലോ, ഈ മെലാനിൻ കണ്ടന്റ് കൂടിയ ഭാഗമുണ്ടല്ലോ, ഇതെന്താ അതിൻ്റെ ഫംഗ്ഷൻ അറിയാവോ? പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കുക. എന്താ ഫംഗ്ഷൻ? പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ കണ്ണിന് പ്രധാനമായിട്ട് 3 പാളികൾ, 2 പാളികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും ആന്തരിക പാളി നമുക്ക് നോക്കാം. കണ്ണിൻ്റെ ആന്തരിക പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. അപ്പോൾ കണ്ണിൻ്റെ ആന്തരിക പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ക്ലിയർ ആയല്ലോ? കാഴ്ച സാധ്യമാകുന്ന പാളി ഏതാണ്? കാഴ്ച സാധ്യമാകുന്ന പാളിയാണ് ഏതാ? ഈ പറയുന്ന റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ആന്തരിക പാളിയാണ്, കാഴ്ച സാധ്യമാകുന്ന പാളിയാണ്. കുറച്ചുകൂടി വ്യക്തത വരികയാണെങ്കിൽ പ്രതിബിംബം രൂപീകരിക്കുന്നത് കണ്ണിൽ എവിടെയാണ്? റെറ്റിനയിലാണ്. പ്രതിബിംബം രൂപീകരിക്കുന്നത് എവിടെയാണ്? കണ്ണ് റെറ്റിനയിലാണ്. ഈ റെറ്റിനയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അന്ധബിന്ദു. ഒന്നെന്താണ്? അന്ധബിന്ദു. മറ്റൊന്ന് പീതബിന്ദു. ഏതൊക്കെയാണ്? അന്ധബിന്ദുവും പീതബിന്ദുവും. അന്ധബിന്ദുവിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ? അന്ധൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്താ? ബ്ലൈൻഡ്. ബിന്ദു സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്. ഏതാണ്? ബ്ലൈൻഡ് സ്പോട്ട്.
പീതബിന്ദു എന്ന് പറയുമ്പോൾ പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം എന്നാ, യെല്ലോ. അപ്പോൾ യെല്ലോ സ്പോട്ട്, ഏതാണ് യെല്ലോ സ്പോട്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ റെറ്റിനയിൽ 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് അന്ധബിന്ദു, മറ്റൊന്ന് പീതബിന്ദു. റെറ്റിനയിൽ ഒട്ടും കാഴ്ചയില്ലാത്ത ഭാഗമാണ്, റെറ്റിനയിൽ ഒട്ടും കാഴ്ചയില്ലാത്ത ഭാഗമാണ് ഏത്? അന്ധബിന്ദു. റെറ്റിനയിൽ ഒട്ടും കാഴ്ചയില്ലാത്ത ഭാഗം ഏതാ? അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. റെറ്റിനയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള ഭാഗമാണ് ഏതാ? പീതബിന്ദു. സിമ്പിൾ അല്ലേ? അപ്പോൾ ഒട്ടും കാഴ്ചയില്ലാത്ത ഭാഗം ഏതാ? അന്ധബിന്ദു. ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള ഭാഗം ഏതാ? പീതബിന്ദു. മനസ്സിലായോ? അപ്പോൾ ഒട്ടും കാഴ്ചയില്ലാത്ത ഭാഗം ഏതാ? അന്ധബിന്ദു. ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള ഭാഗം പീതബിന്ദു. മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ ആണല്ലോ. അതുപോലെ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന 2 തരം കോശങ്ങളുണ്ട്. 2 തരത്തിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങൾ റെറ്റിനയിലുണ്ട്. നമുക്കറിയാം, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അപ്പോൾ റെറ്റിനയിലെ പ്രകാശത്തെ തിരിച്ചറിയാനുള്ള 2 തരം കോശങ്ങളുണ്ട്. ഏതൊക്കെയാ? റോഡ് കോശവും കോൺ കോശവും. മനസ്സിലാവുന്നുണ്ടോ? റോഡ് സെൽസും കോൺ സെൽസും. അപ്പോൾ പ്രകാശഗ്രാഹികളായ റെറ്റിനയിലെ കോശങ്ങൾ 2 തരത്തിലാണ്. ഏതൊക്കെയാ? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ മങ്ങിയ വെളിച്ചത്തിൽ പ്രവർത്തിക്കും. മങ്ങിയ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന കോശമാണ് ഏതാ? ഈ പറയുന്ന റോഡ് കോശം. കണ്ടീഷൻ 1, മങ്ങിയ വെളിച്ചത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കറുപ്പ് വെളുപ്പ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശമാണ് റോഡ് കോശം. ക്ലിയർ ആയല്ലോ? നമുക്ക് റോഡിൻ്റെ നിറം അറിയത്തില്ലേ? നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താം അതിനകത്ത്. റോഡിൻ്റെ നിറം എന്താ? റോഡ് വരയ്ക്കുക. നോക്കുക, റോഡാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. റോഡിൻ്റെ നിറം എന്താ? ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് മാത്രമാണോ? അല്ല. റോഡിന് 2 സൈഡിലായിട്ട് വര വരത്തില്ലേ? ഇങ്ങനെ സൈഡ് മാത്രമല്ല, നടുക്കൂടെയും ഓരോ സിംഗിൾ ലൈൻ ഇങ്ങനെ വരത്തില്ല റോഡിന്? വരത്തില്ലേ ഹൈവേയിലൊക്കെ? അപ്പോൾ റോഡിൻ്റെ നിറം എന്തൊക്കെയാ? ബ്ലാക്കും വൈറ്റും. വസ്തുക്കളെ ബ്ലാക്ക് വൈറ്റ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശമാണ് റോഡ് കോശം. അങ്ങനെങ്കിലും ഓർത്തിരുന്നൂടെ? വസ്തുക്കളെ കറുപ്പ് വെളുപ്പ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശമാണ് റോഡ് കോശം. ഈ റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ. ഏതാണ്? റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് ഏതാ? റൊഡോപ്സിൻ. റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? റൊഡോപ്സിൻ. ഏതാണ്? റൊഡോപ്സിൻ. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന കോശം റോഡ് കോശമാണെങ്കിൽ തീവ്ര പ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന കോശം ഏതായിരിക്കും? കോൺ കോശം. അപ്പോൾ തീവ്ര പ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന കോശമാണ് ഏതാ? കോൺ കോശം. തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളുടെ നിറം തിരിച്ചറിയാൻ സഹായിക്കും. എന്ത് തിരിച്ചറിയാൻ സഹായിക്കും? നമുക്കിപ്പോൾ നല്ല കാഴ്ചയില്ലേ? പകൽ നല്ല കാഴ്ച നമുക്കില്ലേ? വസ്തുക്കളുടെ നിറം തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അപ്പം നിറം തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശമാണ് ഏതാ? കോൺ കോശം. റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു റൊഡോപ്സിൻ എന്ന് കരുതി കോൺ കോശങ്ങൾ അടങ്ങിയ വർണ്ണവസ്തുവിനെ കൊണോപ്സിൻ എന്ന് പറയരുതാ. അയഡോപ്സിൻ. ഏതാണ്? അയഡോപ്സിൻ. അപ്പോൾ എന്താ? കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് ഏതാ? അയഡോപ്സിൻ. മറ്റൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. അയഡോപ്സിന് മറ്റൊരു പേരുണ്ട്, ഫോട്ടോപ്സിൻ. ഏതാണ്? ഫോട്ടോപ്സിൻ. അല്ലെങ്കിൽ ഫോട്ടോയിൽ കളർ ഉണ്ടെന്ന് ഓർത്താൽ പോരെ? അപ്പോൾ കളർ തിരിച്ചറിയാൻ സഹായിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ ഓർ ഫോട്ടോപ്സിൻ. റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു റൊഡോപ്സിൻ. കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? അയഡോപ്സിൻ ഓർ ഫോട്ടോപ്സിൻ. രണ്ടും ഒന്ന് തന്നെയാണ്. അയഡോപ്സിൻ എന്നറിയപ്പെടുന്ന ഫോട്ടോപ്സിൻ. ക്ലിയർ ആയല്ലോ? ഇനി നായയുടെയും പൂച്ചയുടെയും കണ്ണുകൾ രാത്രി തിളങ്ങും. അതവിടെ നിൽക്കട്ടെ. കാര്യം, രാത്രി കാഴ്ചയുള്ള ജീവിയാണ് മൂങ്ങ അല്ലേ? രാത്രി കാഴ്ചയുള്ള ജീവിയാണ് മൂങ്ങ. മൂങ്ങയ്ക്ക് ഏത് കോശമായിരിക്കും കൂടുതൽ? ഇത്ര ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? മൂങ്ങയ്ക്ക് രാത്രിയിൽ എന്തൊരു പ്രകാശമാണ്? തീവ്ര പ്രകാശമാണോ മങ്ങിയ പ്രകാശമാണോ? മങ്ങിയ പ്രകാശം. അപ്പോൾ പ്രവർത്തിക്കുന്ന കോശം ഏതാ? റോഡ് കോശം. അപ്പോൾ രാത്രി കാഴ്ചയുള്ള മൂങ്ങയെ പോലുള്ള ജീവികൾക്ക് ഏത് കോശമാണ് കൂടുതൽ? റോഡ് കോശം. ഏത് കോശമാണ് കൂടുതൽ? റോഡ് കോശം. ക്ലിയർ ആയല്ലോ? അപ്പോൾ രാത്രി കാഴ്ചയുള്ള ജീവിക്ക് ഏത് കോശമാണ് കൂടുതൽ? റോഡ് കോശം. പകൽ കാഴ്ചയുള്ള ജീവിക്ക് ഏത് കോശമാണ് കൂടുതൽ? നമ്മളെപ്പോലുള്ള പകൽ കാഴ്ചയുള്ള ജീവിക്ക് ഏത് കോശം കൂടുതൽ? കോൺ കോശം. ഏതാണ്? കോൺ കോശം. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? അതുപോലെ നായയുടെയും പൂച്ചയുടെയും കണ്ണുകൾ തിളങ്ങും. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്കിത് നമ്മൾ കാണുന്ന കാര്യമാണ്. നായയുടെയും പൂച്ചയുടെയും കണ്ണുകൾ രാത്രി തിളങ്ങും. എന്താ അതിന് കാരണം? നായയുടെയും പൂച്ചയുടെയും കണ്ണ് തിളക്കത്തിന് കാരണമായ കണ്ണിലൊരു പാളിയുണ്ട്. ആ പാളിയുടെ പേരാണ് ടപ്പീറ്റം. ഏതാണ്? ടപ്പീറ്റം. അതായത് റോഡിലൊക്കെ റിഫ്ലക്ടർ തിളങ്ങുന്ന പോലെയാണ് നായയുടെയും പൂച്ചയുടെയും കണ്ണുകൾ രാത്രിയിൽ തിളങ്ങുന്നത്. ഈ തിളക്കത്തിന് കാരണമായ കണ്ണിലെ പാളിയാണ് ടപ്പീറ്റം. ഏതാണ്? ടപ്പീറ്റം. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, മിന്നാമിനുങ്ങിൻ്റെ മിനുക്കത്തിന് കാരണമായ രാസവസ്തുവാണ് ഏതാ? ലൂസിഫറിൻ. ഏതാണ്? ലൂസിഫറിൻ. ഏതാണ്? ലൂസിഫറിൻ. മിന്നാമിനുങ്ങിൻ്റെ മിനുക്കത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ലൂസിഫറിൻ. ലൂസിഫറിൻ.
കണ്ണിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നമുക്ക് നോക്കാം. കണ്ണിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നിറം അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിഞ്ഞൂടെ. അപകട സൂചകമായി ട്രാഫിക് സിഗ്നൽ ലൈറ്റിൽ എന്താ ഉപയോഗിച്ചത്? ചുവപ്പല്ലേ ഉപയോഗിച്ചത്? എന്താ ചുവപ്പ് ഉപയോഗിക്കാനുള്ള കാരണം? തരംഗദൈർഘ്യം കൂടുതലുണ്ട് മാത്രമാണോ? അത് തന്നെയാണ് കാരണം. കണ്ണിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏതാണ്? ചുവപ്പ്. കണ്ണിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏതാ? ചുവപ്പാണ്. ക്ലിയർ ആയല്ലോ. കണ്ണിന് കുളിർമ നൽകുന്ന നിറം ഏതാണ്? പച്ച. കണ്ണിന് കുളിർമ നൽകുന്ന നിറം ഏതാണ്? പച്ചയാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ കണ്ണിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏതായിരുന്നു? ഈ പറയുന്ന ചുവപ്പാണ്. കണ്ണിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ചുവപ്പാണ്. കണ്ണിന് കുളിർമ നൽകുന്ന നിറം ഏതാണ്? ഈ പറയുന്ന പച്ചയാണ്. കണ്ണിന് സുഖകരമായ നിറം ഏതാണ്? മഞ്ഞ. കണ്ണിന് സുഖകരമായ നിറം ഏതാണ്? മഞ്ഞ. ക്ലിയർ ആയല്ലോ. അപ്പോൾ കണ്ണിനുള്ളിൽ ഒരു ലെൻസ് ഉണ്ട്. കണ്ണിനുള്ളിൽ ലെൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസ്. അപ്പോൾ കണ്ണിനുള്ളിൽ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ലെൻസുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോൺവെക്സ്, ഒന്ന് കോൺകേവ്. ഞാനൊന്ന് എഴുതിയിടാൻ പോവുകയാണേ. കോൺവെക്സ്, കോൺകേവ്. കോൺവെക്സ് ബൈ കോൺകേവ്. ക്ലിയർ ആയല്ലോ. ഒരു ഭിന്നസംഖ്യാ രൂപത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഭിന്നസംഖ്യാ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്, അംശവും ഛേദവും ഉണ്ട്. അംശത്തിലും ഛേദത്തിലും പൊതുവായിട്ട് എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്ന? മാത്സിൽ വെട്ടിക്കളയും. ഞാൻ വെട്ടിക്കളയുന്നു. കോൺ രണ്ടിടത്തും വെട്ടിക്കളയുകയാണ്. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം എന്താ? വി ആണ്. ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം എന്താ? സി ആണ്. ഇത് ഓർത്തിരിക്കണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ലെൻസ് പറയുമ്പോൾ കോൺവെക്സിൻ്റെ വി ഞാനിങ്ങനെ എടുത്താൽ വി പോലിരിക്കുന്ന ഈ ലെൻസാണ് ഏതാ? കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഒരു കോൺവെക്സ് ഷേപ്പ് അല്ലേ? അപ്പോൾ കണ്ണിനകത്തെ ലെൻസും ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ കണ്ണിനകത്തെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഇപ്പോൾ കണ്ണിനകത്തെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഇനി സി പോലിരിക്കുന്നുണ്ടോ? സി പോലിരിക്കുന്ന ഈ ലെൻസാണ് ഏതാ? കോൺകേവ് ലെൻസ്. ഒരു ടിപ്സ് മനസ്സിലായോ? ഈ അക്ഷരം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു കാണിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം കോൺവെക്സ് ബൈ കോൺകേവ് എന്ന് എഴുതി. അംശത്തിലും ഛേദത്തിലും പൊതുവായിട്ട് കോണുണ്ട്, വെട്ടിക്കളഞ്ഞു. വേണ്ട അക്ഷരങ്ങൾ തിരഞ്ഞെടുത്തു. വിയും സിയും. വി പോലിരിക്കുന്ന ഈ ലെൻസ്, ഈ വയറ് വീർത്തിരിക്കുന്ന ഈ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഈ ലെൻസാണ് ഏതാ? കോൺകേവ് ലെൻസ്. ക്ലിയർ ആയല്ലോ. ഉറപ്പാണല്ലോ, മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ കണ്ണിനകത്ത് ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. കണ്ണിനകത്ത് ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഈ നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്ന പേശി അത് നമുക്ക് നോക്കാം. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശിയാണ് സീലിയറി പേശികൾ. ഏതാണ്? സീലിയറി പേശികൾ. അപ്പം നേത്ര ലെൻസിൻ്റെ ഇങ്ങനെ വലിച്ച് നീട്ടാനും ചള്ളാനും പറ്റും, വക്രത ക്രമീകരിക്കാൻ പറ്റും. ഇതിന് സഹായിക്കുന്ന പേശിയാണ് ഏതാ? ഈ പറയുന്ന സീലിയറി പേശി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണാനുള്ള കണ്ണിൻ്റെ കഴിവ്, അതിന് സഹായിക്കുന്ന പേശിയാണ് സീലിയറി പേശി. ഏതാണ്? സീലിയറി പേശി. ലോക കാഴ്ചാ ദിനം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ലോക കാഴ്ചാ ദിനം നമുക്ക് നോക്കാം. ലോക കാഴ്ചാ ദിനം ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ്. ഒക്ടോബർ മാസത്തിലെയും 2ാമത്തെ വ്യാഴാഴ്ചയാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ലോക കാഴ്ചാ ദിനം എന്നാണ് ഒക്ടോബർ മാസത്തിലെ 2ാം വ്യാഴാഴ്ച. ക്ലിയർ ആയല്ലോ. 2ാമത്തെ വ്യാഴാഴ്ച. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നുള്ള മേഖല നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വേണം നിങ്ങൾ ഇരിക്കാൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല വൃത്തിയെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ഭാഗവുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.